ഇതെന്റെ മാത്രം പ്രശ്നമല്ലേ? അത് ഞാനായിട്ട് പരിഹരിക്കണം. വക്കീലൊന്നും അറിയണ്ട. നമ്മള് കണ്ടിട്ട് കുറച്ചു ദിവസമായില്ലേ? പെട്ടെന്ന് കണ്ടപ്പോ അതിന്റെ ഒരു സന്തോഷത്തിൽ കരഞ്ഞു പോയതാ. അത്രേ ഉള്ളൂ. ഇത്തവണ നടുക്കുള്ള വലയില്ലാതെ കാണാൻ പറ്റിയല്ലോ. അതിനുള്ള സമ്മതം എങ്ങനെയാ ഒപ്പിച്ചേ? ഒരു മജിസ്ട്രേറ്റ് ആവാൻ പോകുന്ന ആള് വിചാരിച്ചാലേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. താൻ ശരിക്കും ഓക്കെ അല്ലേ? കണ്ടിട്ട് എന്തൊരു വിഷമമുള്ളല്ലോ തോന്നുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറ, നമുക്ക് വഴിയുണ്ടാക്കാം. വക്കീലിനോട് ജോർജിനെ കുറിച്ച് പറയണോ? അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കോ? എന്തായാലും താൻ ധൈര്യമായിട്ട് പറ. മാഡം, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ഒന്ന് മാറിക്കാവോ? മാറി നിന്നാ മാത്രം മതിയോ? വേണമെങ്കിൽ ഞാൻ ഈ മുറി അടച്ച് കുറ്റിയിട്ട് പുറത്ത് കാവല് നിൽക്കാം. നിങ്ങളുടെ സംസാരം കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി. നിങ്ങളെയൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പോലും സമ്മതിക്കാൻ പാടില്ലാത്തതാ. പിന്നെ ഇവരാരെയൊക്കെയോ വിളിച്ച് സ്പെഷ്യൽ പെർമിഷൻ എടുത്തോണ്ട് വന്നതുകൊണ്ട് ഇത്തവണ ഇത് നടന്നു. പക്ഷെ ഇനി മുതൽ ഈ വക പരിപാടികളൊന്നും ഇവിടെ നടക്കില്ല. ജയിലിലെ സൂപ്രണ്ട് മാറി. ഇനി കാര്യങ്ങള് ജോർജ് സാറ് പറയുന്നത് പോലെ നടക്കും. എന്റെ മുന്നിൽ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സംസാരിച്ചാ മതി. വേണ്ട വക്കീലെ, അവരവിടെ തന്നെ നിന്നോട്ടെ. എനിക്ക് ആരെങ്കിലും നിൽക്കുന്നു കരുതി പ്രേമിക്കാൻ ഒരു ചമ്മലുമില്ല. പ്രേമം. വക്കീല് വീട്ടിലെ വിശേഷങ്ങൾ പറ. അമ്മയുടെ സീരിയൽ എവിടെ വരെയായി? അമ്മ ഇപ്പോ ഡബിൾ റോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ ജഡ്ജും മറ്റേ ആൾ കൊലയാളിയും. മഞ്ജു, അവള് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടില്ല. നീ കയറിയിരിക്ക, അവളിപ്പോ വരും. വേണ്ട, ഞാൻ പിന്നെ കണ്ടോളാം. എടാ, എന്താടാ നീ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താടാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? മഹിമ ജയിലില്ല. അതിനേക്കാളും വലിയ പ്രശ്നം വേറെ ഉണ്ടാവാനുണ്ടോ? അവൾ അവിടെ കുറെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എടാ, പല കാര്യങ്ങളും അവൾ എന്നെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കാൻ പറയാതിരിക്കുന്നതാ. എനിക്ക് വെറുതെ നോക്കിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. എന്താടാ ഇത്? ചെറിയ കുട്ടികളെ പോലെ. നിനക്കെന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ നിന്റെ പ്രഗ്നന്റായ ഭാര്യയോട് സന്തോഷമായിട്ട് കഴിയല്ലേ? മഹിമ ആ ജയിലിൽ വെച്ച് ഒരുത്തി കൊല്ലാൻ വരെ ശ്രമിച്ചതാ. ക്രിമിനലുകൾ മാത്രം കഴിയുന്ന സ്ഥലത്ത് അവള് സുരക്ഷിതയായിരിക്കും ഞാൻ എങ്ങനെയാടാ വിശ്വസിക്കുക? ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എടാ, മഹിമയ്ക്ക് സ്വന്തം കാര്യം നോക്കാൻ നന്നായിട്ട് അറിയാം. എടാ, അവളീ ധൈര്യം കാണിച്ച് നടക്കുന്നുള്ളൂ. ഇത്രയും കുറ്റവാളികൾക്കെതിരെ അവൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാടാ? ജയിലിലെ സൂപ്രണ്ട് മാറിയതിനു ശേഷം
കാര്യങ്ങളൊക്കെ മൊത്തം കുഴഞ്ഞ മട്ട. അതെന്താ? പുതിയതായി വന്നവനെ ഒരു ജോർജ്, അയാള് ഗോപാലിന്റെ ആളാ. ഗോപാലൻ പറയുന്നത് കേട്ട് അയാള് മഹിമ ഉപദ്രവിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ ഗോപാൽജിയെ കണ്ടൊന്ന് സംസാരിക്കാം. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലടാ. മഹിമയെ അപായപ്പെടുത്താൻ അയാള് എന്തെങ്കിലും വഴികൾ എപ്പോഴും കണ്ടുപിടിക്കും. മഹിമ ശരിക്കും സുരക്ഷിതമാവണമെങ്കിലേ അവളെ പുറത്തിറക്കാതെ വേറെ മാർഗമില്ല. എന്നെ രക്ഷിക്കാനുള്ള ധൃതിയില് അവൾക്ക് മഹിമയ്ക്കെതിരെയുള്ള തെളിവുകൾ കിട്ടിയത്. മഹിമ നിരപരാധിയാണെന്ന് അവൾക്ക് തെളിയിക്കാൻ